സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ക്ലോസ്റ്റൈൻസിലാണ്. പിതാവെ, വലിയ സന്തോഷത്തോടെയും സ്നേഹത്തോടെയാണ് ഇവിടെയുള്ള സീറോ മലബാർ സമൂഹം പിതാവിനെ വരവേൽക്കുന്നത്. ഞങ്ങളുടെ വലിയ ഇടയൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ സീറോ മലബാർ സഭയുടെ ഭാവിയും പിതാവിൻ്റെ ആഗ്രഹങ്ങളൊക്കെ എങ്ങനെയാണ്? സീറോ മലബാർ ഈ യൂറോപ്പിലെ, പ്രത്യേകിച്ച് യൂറോപ്പിലെ സീറോ മലബാർ സമൂഹത്തെക്കുറിച്ച്. സീറോ മലബാർ സഭയ്ക്ക് 50 ലക്ഷം ആളുണ്ട്. അതിൽ 13 രൂപതകൾ മാത്രമേ കേരളത്തിലുള്ളൂ. ബാക്കിയെല്ലാം കേരളത്തിന് പുറത്താണ്. 4 രൂപതകൾ ഇന്ത്യക്ക് പുറത്താണ്. അപ്പം അതുകൊണ്ട് സീറോ മലബാർ സഭ ഒരു കേരള സഭയാണെന്ന് മാത്രം ധരിക്കുന്നത് തെറ്റാണ്. സീറോ മലബാർ സഭയുടെ ചക്രവാളങ്ങൾ കേരളത്തിന് പുറത്തേക്കാണ്. അതുകൊണ്ട് തന്നെ മൈഗ്രൻസിനൊക്കെ ഒരച്ഛൻ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മിഷണറിയാണ്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാശുണ്ടാക്കി പോയി എന്നാ പറയാ. അത് പാടില്ല. നിങ്ങൾ അൽമായർ പോയാലും നിങ്ങൾ മൈഗ്രൻസ് ആണ്, നിങ്ങൾ മിഷണറിമാരാണ്. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ മൈഗ്രൻസിനോട് എനിക്ക് പറയാനുള്ളത്, യു ഷാൽ ഡു യുവർ പ്രൊഫഷൻ ആസ് എ മീൻസ് ടു പ്രൊഫസ് യുവർ ഫെയ്ത്ത്. പിതാവ്, ഒരു ചോദ്യം കൂടെ. ഈ വളർന്നു വരുന്ന ഈ സമൂഹം, പ്രത്യേകിച്ച് ഇവിടുത്തെ സംസ്കാരത്തിലും ഭാഷയിലും തനിമയിലും ഒക്കെ നമ്മുടെ പാസ്റ്ററൽ കെയർ ഒക്കെ എങ്ങനെയായിരിക്കണം ഈ സമൂഹത്തിൽ? എനിക്ക് തോന്നുന്ന ഇത് രണ്ടും വളരെ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ വളർന്നു വരുന്ന ജനങ്ങൾക്ക് നിങ്ങൾ ഇഡ്ഡലി സാമ്പാറും പൂട്ടും കടലയും കൊടുത്താൽ ശരിയാവില്ല. തീർച്ചയായും അവർ കഴിക്കുമായിരിക്കും ഒരു പക്ഷേ. അപ്പം അവർ വളരുന്ന സാഹചര്യത്തിൽ അവരുടെ ആവശ്യങ്ങളും അവരുടെ മുൻപിലുള്ള ചക്രവാളങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പാസ്റ്ററൽ സ്ട്രാറ്റജി മൈഗ്രന്റ് സഭ എടുക്കണം. അതിനെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ പറയുന്നത് എൻ്റെ പിന്തുണയുണ്ട്. ഒരു ചോദ്യം അവസാനമായിട്ട്, ഒരു ചെറിയൊരു സന്ദേശം സീറോ മല മൊത്തത്തിൽ പറയുകയാണെങ്കിൽ. നിങ്ങളൊക്കെ ഭാഗ്യമുള്ളവരാണ്. നാട് വിട്ടപ്പോൾ നിങ്ങൾ കണ്ണുനീരും കൈയായിട്ട് വന്നതാണ്. പക്ഷെ ഇവിടെ വന്ന് നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടി. തീർച്ചയായും ഈ അനുഗ്രഹങ്ങളൊക്കെ ദൈവം നിങ്ങൾക്ക് തന്നത് നിങ്ങൾ ഓർമ്മിക്കണം. ഈ സ്പിരിച്വൽ ലൈഫിൽ, ആധ്യാത്മിക ജീവിതത്തിൽ ഏറ്റവും വലിയ അപകടം ഓർമ്മക്കുറവാണ്. വന്ന വഴികൾ മറക്കുന്നു. അങ്ങനെ മറന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് വരുന്ന തലമുറ വേരില്ലാത്ത വൃക്ഷങ്ങളാണ്. അത് കരിഞ്ഞു പോകും. അത് വെല്ലുവിളി നേടുകയില്ല. നമ്മുടെ കുടുംബ പ്രാർത്ഥന, അനുദിന ബലി, നമ്മുടെ സഭയോടുള്ള അടുപ്പം, സഭ വളരാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന വലിയ ദശാംശം കൊടുക്കുന്നതൊക്കെയുള്ള നിലപാടുകൾ, അങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ കളയാതെ സൂക്ഷിക്കണം. അത് പുതിയ തലമുറയ്ക്ക് കൈമാറണം.